ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ജെറമ്യായുടെ പുസ്തകത്തിലെ 29-ാം തിരുവചനത്തിലെ 11-ാം തിരുവചനം വായിക്കാം. 29-ാം അധ്യായത്തിലെ 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനായുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഒരു ഡോക്ടറുടെ അനുഭവം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് പറയാണ്. ഒരു ചിറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വെള്ളം സംഭരിക്കുന്ന അല്ലെങ്കിൽ കൃഷി സംവിധാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. തൃശ്ശൂർ ജില്ലയിലുണ്ട്, പല സ്ഥലത്തും. ആ ചിറയിൽ മുങ്ങി മരിച്ചതിൻ്റെ കഥ ലേഖകനോട് വിവരിച്ച് പറഞ്ഞു. കഴിഞ്ഞ ജന്മം ഗോപി രാമഭദ്രൻ എന്ന ബ്രാഹ്മണനായിരുന്നെന്നും തന്നെ നശിപ്പിച്ച ശേഷം അയാൾ തന്നെ ചിറയിൽ മുക്കി കൊല്ലുകയായിരുന്നെന്നും അയാളോട് പ്രതികാരം ചെയ്യാൻ ഒരു നൂറ്റാണ്ടിലേറെ കാലം ഞാൻ കാത്തിരിക്കുകയാണെന്നും അവൾ എൻ്റെ മുഖത്ത് നോക്കി ഗദ്ഗതത്തോടെ പറഞ്ഞപ്പോൾ അതിനയാളെ പ്രേരിപ്പിച്ചത് അയാളുടെ അബോധ മനസ്സോ അതോ സാമൂഹിക അവബോധമോ എന്ന് ശങ്കിച്ചു. വീണ്ടും അദ്ദേഹം പറയാണ്, ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഇവൻ്റെ കൂടെയുണ്ട്. ഇവനെ ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതികാരമൂർത്തിയായി ചിരുത പറഞ്ഞപ്പോൾ സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അതിർവരുമ്പുകൾ വളരെ നേരിയതായിട്ട് അനുഭവപ്പെട്ടു. ഏതാണ്ട് 25ഓളം വ്യത്യസ്ത വ്യക്തിത്വങ്ങളായി വിഘടിച്ചു നിന്ന ഗോപിയുടെ വ്യക്തിത്വം മനഃശാസ്ത്ര ചികിത്സയിലൂടെ ഏകോപിച്ചതിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സ്വന്തം മനസ്സിനെക്കുറിച്ചും ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിലൂടെ ഗോപി പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചു. പ്രേതങ്ങളുടെ അസ്തിത്വത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ആധുനിക ശാസ്ത്രം പക്ഷേ മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നെന്ന് പറയാൻ തീരെ കൂട്ടാക്കുന്നില്ല. ആ ഉത്തരവാദിത്തം ഇന്നും മതങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പ്രേതബാധ പോലെയുള്ള പ്രശ്നങ്ങളെ കൂടുതലായും വഴിയൊരുക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്. ശാസ്ത്രബോധത്തിൽ പരിപക്വമാക്കപ്പെട്ട മതങ്ങൾക്ക് മാത്രമേ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനാവൂ. ശാസ്ത്രവും മതവും കൈകോർത്ത് പ്രവർത്തിക്കാൻ ഇനിയും വൈകിക്കൂടാ. യേശുവും ശിഷ്യന്മാരും മനുഷ്യരിൽ നിന്ന് അശുദ്ധാത്മാക്കളെ പുറത്താക്കിയിട്ടുണ്ട്. യേശു ഒരു ബാലനിലുണ്ടായിരുന്ന മൂകനും ബധിരനുമായ അശുദ്ധാത്മാവിനെ ശകാരിക്കുന്നുണ്ട്. ഉടനെ അവന് സൗഖ്യം കിട്ടുന്നതായിട്ട് മർക്കോയുടെ സുവിശേഷത്തിൽ 9:22-26 വചനം എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ദിവസത്തിൽ യേശു പിശാചിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസും ശീലാസും പ്രാർത്ഥന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമപ്പെണ്ണുകുട്ടിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അവളിലെ അശുദ്ധാത്മാവിനെ അവർ പുറത്താക്കി. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 16 അവളിലെ അശുദ്ധാത്മാവിനെ അവർ പുറത്താക്കി. മരിച്ചവരുടെ പ്രേതങ്ങളല്ല, ഇവിടെ വ്യക്തികളെ ശല്യപ്പെടുത്തിയത് പൈശാചിക ശക്തിയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പൈശാചിക ശക്തികൾക്ക് ശല്യപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. പൈശാചിക ശല്യങ്ങൾ ഉണ്ടെന്ന് ചിന്തിച്ച് പിശാചിനെ സേവിക്കുന്ന സ്ഥലങ്ങളല്ല അതിന് സൗഖ്യം അന്വേഷിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ മനുഷ്യൻ്റെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ അറിയാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. മനുഷ്യ മനസ്സിൽ അടിസ്ഥാനരഹിതമായി ഭയമോ പ്രത്യാശയോ ഉണ്ടാക്കുന്നു. ആ രീതിയിൽ അവ അവൻ്റെ ജീവിതത്തെ ശല്യപ്പെടുത്തുന്നു. ജാതകപ്രകാരമാണ് എൻ്റെ ജീവിതം നയിക്കപ്പെടുന്നതെന്ന് ആരും ചിന്തിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവർക്കാണ്, ജാതകക്കാർക്കല്ല. നമുക്കിന്നറിയാൻ സാധിക്കും, സോഷ്യൽ മീഡിയയിലും മറ്റുള്ളൊരു ആ ഒരു മേഖല, ടെക്നോളജി മേഖല മുഴുവൻ പൈസ ഉണ്ടാക്കുന്ന ചീറ്റിംഗ് അല്ലെങ്കിൽ മണി മേക്കിംഗ് മേഖലയായിട്ട് അധപ്പതിച്ച് കഴിഞ്ഞു. അസ്ട്രോളജി ഒരുപാട് കാണാൻ സാധിക്കും. പൈസ കൊടുത്താൽ അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, ഒക്കെ റെഡിയാണ്. ഇത് ഒരാൾക്കും മറിച്ച് റൊട്ടേഷൻ ചെയ്ത് സെയിം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇവിടെ സങ്കടകരമായ കാര്യം,
ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ അത് ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പോലും അതിലെല്ലാം വിശ്വസിച്ച് അതിലേർപ്പെടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ അറിവുകൾക്ക് അനുസൃതമല്ലാതെയും അന്ധവിശ്വാസങ്ങളെ ആശ്രയിച്ചും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വിശ്വാസത്തിന് എതിരാണ്. പൈശാചിക ശക്തിയിൽ ആശ്രയിച്ച് ഭാവി കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ പുസ്തകം 16 അധ്യായത്തിൽ 18 തിരുവചനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിനെതിരായി എഴുതി സൂക്ഷിച്ചിരിക്കുന്ന എല്ലാം നശിപ്പിച്ച് കളയേണ്ടതാണ്. വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ജാലവിധികൾ കാണിച്ചിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി അവയുടെ ആകെ വില കണക്കാക്കുമ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 19 അധ്യായത്തിലെ 18 മുതലുള്ള 10 മുതൽ തിരുവചനമാണ് നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. മകൻ്റെ ജാതകം വായിച്ചു. മകനെ വെറുക്കുവാൻ തുടങ്ങിയ അമ്മയുടെ കാര്യം ഓർക്കുക. മകന് 20 വയസ്സുമാകുമ്പോൾ അപ്പൻ മരിക്കുമെന്ന് ജാതകത്തിൽ പറഞ്ഞിരുന്നു. അന്ന് മുതൽ ആ അമ്മ സ്നേഹിച്ചു വളർത്തിയ മകനോട് വെറുപ്പായി. ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം അമ്മയ്ക്ക് മനസ്സിലായി. മകനും 21 വയസ്സായിട്ട് അപ്പം മരിച്ചിട്ടില്ല. പക്ഷേ അമ്മയുടെ വെറുപ്പ് മാറിക്കിട്ടിയത് ധ്യാനത്തോടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഭാവിയെക്കുറിച്ചറിയാൻ വിശ്വാസജാതക്കാരൻ്റെ പിന്നാലെ പോകരുത്. ദൈവത്തിന് എന്നെക്കുറിച്ച് ശുദ്ധമായ പദ്ധതിയുണ്ട്, അത് വിശ്വസിക്കുക. അതുകൊണ്ടാണ് നമ്മൾ 29 ജെറമ്യ 11 അവരുടെ പുറകെല്ലാം പോകേണ്ടത്. നമ്മൾ ദൈവത്തിന് എന്നെക്കുറിച്ച് ശുഭമായൊരു പദ്ധതിയുണ്ട്, അത് നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ്. ഭയം മാറ്റാനായാലും മറ്റ് ലാഭപ്രാപ്തിക്കായാലും മന്ത്രച്ചരടുകൾ പലരും ഉപയോഗിക്കാറുണ്ട്. ഏലസ് മന്ത്രച്ചരടുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ക്രിസ്തീയ വിശ്വാസ വെളിച്ചത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭക്ഷികളെ പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കളയും. എസെക്കിയേൽ 13 അധ്യായത്തിൽ 20 തിരുവചനം പറയാണ്, ഞാനിതിനെല്ലാം എതിരാണ്, ഞാനിത് പൊട്ടിച്ച് കളയും. ശരിയായ വിശ്വാസമുള്ളവർ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോവുകയില്ല. ദൈവം അറിയാതെ ഒരു മുടിനാര് പോലും വീഴുകയില്ലെന്ന് വിശ്വസിക്കുന്നവർ സ്വജീവിതത്തിലും വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് വിശ്വാസത്തിൽ വളരാനേ ശ്രമിക്കൂ. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചത് അന്ധവിശ്വാസത്തെയാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്ക് തന്നെ അർത്ഥമുണ്ട്, ഒരു അന്തമും ഇല്ല, അങ്ങനെ പോവുക അനാവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് അന്ധവിശ്വാസങ്ങളുടെ പുറകെയല്ല. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ അറിയപ്പെടാത്തതായിട്ട് തന്നെ എത്രയോ അന്ധവിശ്വാസങ്ങൾ, ബലി കൊടുക്കൽ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലും പേപ്പറിലും TV-യിലൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പല സബ്ജക്റ്റുകൾ, പലതും അന്ധവിശ്വാസം. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് അന്ധവിശ്വാസം പോകുന്നു ചിന്തിക്കരുത്. അതെല്ലാം ആ ഒരു മാനസിക അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ആക്രാന്തം, പൈസയോടുള്ള ആക്രാന്തം എവിടെയൊക്കെ ചെന്ന് തീർന്നു. നമ്മൾ ഈ ഭൗതികമായ ഈ വലിയ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെച്ചാൽ നമുക്ക് എന്തുണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇതൊന്നും നമ്മളെ ഏൽക്കുകയില്ല. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, കർത്താവിനോട് പ്രാർത്ഥന നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ പോകുന്ന അവർ പറയുന്ന എല്ലാ ചരടുകളും മണികളൊക്കെ കെട്ടി നടക്കുന്നു, എന്താ ചെയ്യുന്നു. പക്ഷേ അവർക്ക് പിന്നെ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാകും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വൃത്തിയാണ്. ഇതിൽ നിന്നുള്ള മോചനം അവർക്ക് കൊടുക്കണം. കാരണം ശരിയായ ഒരു അർത്ഥത്തിൽ ശരിയായ ബോധ്യം, ഈ ബോധ്യം ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ വരണം, അതല്ലാതെ സാധിക്കില്ല. പറയുമ്പോഴവരെ, ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, കൂടിക്കൊള്ളുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് നമ്മൾ ജെറമ്യയോട് പറഞ്ഞു തരിക 29 നമ്മൾ വായിച്ചത് അതാണ്. എല്ലാ തരത്തിലും
എല്ലാ രീതിയിലും ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് അതെന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൂടി ചിന്തിക്കുക, ദൈവത്തിന് എന്നെക്കുറിച്ച് ശുഭമായ പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുക. ആ ദൈവം നമ്മുടെ ഉള്ളപ്പോൾ, ആ വിശ്വാസ തീഷ്ണത നമ്മുടെ ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് പ്രിയമുള്ളവരെ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഇടയായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനത്തെ ആളുകളാണ് ഇത് കാണുന്ന അസ്ട്രോളജിയും കാര്യങ്ങളും. ഒരുപാട് പൈസ അവർ അടിച്ചു മാറ്റുന്നു. ഇവരിത് കേട്ടിട്ട് എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പകർത്തുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതില്ല. പക്ഷേ ഇത് പറയാൻ ഞാൻ കാരണം, പല ക്രിസ്ത്യൻ പേരുകളും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഈ ഇങ്ങനത്തെ ജ്യോതിഷം അസ്ട്രോളജി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ക്രിസ്ത്യൻസ് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ടോ ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ തിരിച്ചറിയുക, തമ്പുരാൻ കർത്താവിനേക്കാളും വലിയ ആരാ ഉള്ളത്. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവ് അരുളി ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകപ്പെടുന്ന പദ്ധതി. അത് ദൈവം ഇത്രയും വിശ്വാസത്തോടെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യുക? സൃഷ്ടാവ് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ സൃഷ്ടിയെ നമ്മൾ എന്തിനു പുറകെ പോകണം? നമുക്ക് സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമല്ലോ. സൃഷ്ടാവിനെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് വെറും സൃഷ്ടിയായ മനുഷ്യൻ എന്താണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ എന്തിനാണ് സൃഷ്ടിയുടെ പുറകെ പോകുന്നത്? സൃഷ്ടാവിൻ്റെ പുറകിൽ പോവുക. സൃഷ്ടാവിനോട് ചോദിക്കുമ്പോൾ സൃഷ്ടാവ് കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്ക് വെളിപ്പെടുത്തി തരും. അതെന്ത് വേണം? സൃഷ്ടാവായിട്ട് ബന്ധം വേണം, കണക്ഷൻ വേണം. ഈ കണക്ഷൻ എങ്ങനെ കിട്ടും? കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ദൈവകൽപ്പനകളൊക്കെ കുറച്ചൊക്കെ പാലിക്കുക, സാധിക്കുമെങ്കിൽ പൂർണ്ണമായിട്ടും പാലിക്കുക, പ്രാർത്ഥനയിലൂടെ വളരുക, തിരുവചനം വായിക്കുക, ആ വചനം നമുക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. ഇങ്ങനെയുള്ള കാര്യം ജീവിതത്തിൽ നമുക്ക് അപ്പോൾ കർത്താവ് പലതും ഓരോ ദിവസവും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഇത് ചെയ്യരുത് കർത്താവ് പറയുന്നത്. അവൻ്റെ സ്വരം ശ്രവിക്കുക നീ. അപ്പോൾ ആ സ്വരത്തിലൂടെ ദൈവം പറയും നിന്നോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഇപ്പോൾ പോകരുത്, അങ്ങനെയെല്ലാം വ്യക്തമായിട്ട് പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക. കാരണം നമ്മൾ മനുഷ്യനെ സൂപ്പിക്കാനല്ല, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും. കാരണം നമുക്ക് രക്ഷയാണ് വേണ്ടത്. രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതം. ആ ജീവിതത്തിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം വെളിപ്പെടുത്തി തരും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ എടുക്കണേ? അതോ ആണ് ദൈവത്തിനോട് അടുക്കുമ്പോൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. അല്ലേ, സ്നേഹിക്കുന്ന കുഞ്ഞിനെയാണ് അടിക്കുക, അടി കിട്ടുമ്പോൾ അവനത് മനസ്സിലാവുകയില്ല. അവൻ പറയും എന്നോട് ദേഷ്യമല്ല, മോനെ നീ ഇന്ന ചെയ്യരുത് എന്ന് പറയുമ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ അടി കൊടുക്കും. കാരണം എന്തിനാ? നന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിയുടെ ഓർമ്മയുണ്ടാവും. അത് പക്ഷെ അവൻ തിരിച്ചറിഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ അവനെ അടിച്ച ഒരു പക്ഷേ പിതാവ് അവന് ഈ ലോകത്തിലുണ്ടായിരിക്കത്തില്ല. പക്ഷേ അവൻ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളിലുള്ള തെറ്റായ ബോധ്യങ്ങളെ എടുത്ത് മാറ്റി കളഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ശാന്തവും സന്തോഷവും തരട്ടെ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. അത് എന്തിനാണ്? നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ്. അത് ആണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വിട്ടുകൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വിട്ടുകൊടുക്കുക. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ മാറ്റിത്തരണമേ കർത്താവേ. പൂർണ്ണമായി നിന്നോടൊപ്പം നിൽക്കുവാനും നിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനും നിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തരാനും കർത്താവേ കൃപയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ മേഖലയിലേക്കും നിൻ്റെ വചനത്തിൻ്റെ വലിയ നിറവ് കൊടുക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ.